പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഗർഭിണിയായിരിക്കുകയാണ്. അമ്മയാവാൻ പോകുന്നതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നയനമോള് അമ്മയായിരിക്കുകയാണ്. ഇതിൽ പരം സന്തോഷം ഇനി നമുക്ക് വേറെ വരാനില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അത്രയ്ക്കും വലിയ സന്തോഷമാണ് നമുക്ക് വേണ്ടി അവർ തന്നത്. എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ല വസുന്ധരെ. ആദർശിന് എത്ര കൊടുത്താലും മതിയാവില്ല, നയനയ്ക്കും എത്ര കൊടുത്താലും മതിയാവില്ല. അത്രയ്ക്കും നമ്മളെ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ തിരിച്ചും അങ്ങോട്ടും നോക്കണം എന്നൊക്കെ ഇങ്ങനെ വാതോരാതെ അവരെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടോണ്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജലജ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വാരിക്കോഴി കൊടുക്കാനുള്ള പ്ലാനാണല്ലോ, ഇക്കൊടുത്തതൊന്നും പോരെ, ഇനി ഞങ്ങൾക്ക് കൂടെ ഉള്ള കൊടുക്കാനാണോ പ്ലാനിങ്? ഒരു കുഞ്ഞുണ്ടായി നോക്കുമ്പോൾ ഇപ്പോൾ സ്വസ്ഥതയില്ലാതായിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും ആ കുഞ്ഞിൻ്റെ സംസാരം മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും കുഞ്ഞില്ലാത്ത പോലെ എന്നൊക്കെ ഇങ്ങനെ ജലജ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അബി ജലജയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് വേറൊന്നും പണിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ കണ്ടിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആടാ, ഞാൻ ഫോണിൽ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം, ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത് എന്നൊന്നും നോക്കണ്ട, പിന്നെ ഒന്നും കിട്ടാതാവുമ്പോൾ തലകുനിച്ച് ഇവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഠിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട്, അതിനെന്താ അമ്മ ചൂടാവുന്നത്, എന്താ അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും എന്താണെന്നുള്ളത് നിനക്കറിഞ്ഞൂടെ? ആ നയന അമ്മയാകാൻ പോവുകയാണ്. അതിനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചതൊന്നും പിന്നീട് നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട്, അല്ല അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് വേണമെങ്കിലും ഞാൻ റെഡിയാണമ്മേ എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാവുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും, ആരും അറിയാതെ വേണം ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, ഒരുത്തിയുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയതിൻ്റെ അവസ്ഥ നമുക്കറിയാലോ, ഇനിയാണോ അടുത്ത ശ്രമം എന്നൊക്കെ പറയുമ്പോൾ, അത്തരത്തിലൊന്നും നമ്മൾ ചെയ്യേണ്ടടാ, നമുക്ക് ചെറിയ രീതിയിൽ വയറ് ഇളകി അബോഷനാവാനുള്ള ആ ഒരു ചെറിയൊരു ഇത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ അത് തീരുമാനിക്കുകയാണ്. അങ്ങനെ അബിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് പാലിൽ മരുന്ന് കലക്കി കൊടുക്കാൻ വേണ്ടി, അബോഷനാവാനുള്ള ഒരു ഗുളിക കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അബി പുറത്ത് പോയിട്ട് ആ മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ജലജയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ഇതിപ്പോൾ നമ്മൾ ആരും കാണാതെ അവളെ കൊണ്ട് കുടിപ്പിക്കണം, ഏതായാലും ഇപ്പോൾ അവൾ രാത്രി പാല് കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ കലക്കി ഒപ്പിച്ച് വെക്കാം, ആരും കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരെ കുശുകുശുക്ക് സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ നയന അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തെങ്കിലും പുതിയ പ്ലാനിങ് ഇടാണോ? അല്ല ഇനിയിപ്പം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വല്ല ആലോചനയും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം കേട്ടിട്ടാണെങ്കിൽ അബിയും ജലജയാകെ നെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാരണം അവരുടെ പ്ലാനിങ് അത് തന്നെയായിരുന്നല്ലോ. പക്ഷെ ഒരു പരുങ്ങലോട് കൂടിയിട്ട് തന്നെ അവർ മറുപടി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത്രയ്ക്കും നീചമായിട്ടുള്ള പ്രവർത്തികളൊന്നും ചെയ്യില്ല. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ആർക്കായാലും ഒരു ഇഷ്ടമുള്ള കാര്യമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്കതിന് എതിർപ്പൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, നിങ്ങൾക്ക് എതിർപ്പും ഇഷ്ടവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ പിന്നെ നിങ്ങൾ മാറിങ്ങനെ നിൽക്കുന്നത്. ഈയൊരു വാർത്ത അറിഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാണ്, നിങ്ങൾക്കൊട്ടും സന്തോഷമില്ലായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഏട്ടത്തി എന്തായാലും റെസ്റ്റ് എടുക്കുക, ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ഈ സമയത്ത് ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ഇങ്ങനെ മയക്കി എടുക്കുകയാണ് അബി. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, നിൻ്റെ വാക്കുകളൊന്നും ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും, പച്ചവെള്ളത്തിൽ പോലും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് അബി പറയുന്നുണ്ട്, എന്താ അല്ലേ അവളുടെ അഹങ്കാരം, നമ്മൾ മനസ്സിൽ കണ്ടത് അവൾ മാനത്ത് കണ്ടോ, അപാരം തന്നെയാണ്, എന്തായാലും വളരെയധികം ശ്രദ്ധിക്കണം, ശ്രദ്ധയോടുകൂടെ വേണം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രാത്രിയായതിനു ശേഷം അവർ പതുക്കെ കിച്ചണിലോട്ട് പോവുകയാണ്. നയനയ്ക്ക് മുന്നേ പാല് കാച്ചി തണുക്കാൻ വെക്കുന്ന ഒരു സ്വഭാവം ദേവയാനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ദേവയാനിയാണ് നയനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ നയനയ്ക്ക് ഉണ്ടാക്കി വെച്ച പാല് കിച്ചണിൽ തന്നെ ചൂട് തണയാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരുന്നു. ആ ഒരു സമയത്ത് അഭയും ജലജയും കൂടെ പതുങ്ങി വന്നിട്ട് ആ പാലിൽ ആ ഗുളിക കലക്കി ചേർക്കുകയാണ്. ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ
ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കിച്ചണിൽ ആ പാലിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേവയാനിക്ക് സംശയം തോന്നുകയാണ്. ഇതെന്താ ഇപ്പോൾ ഇവർ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതും ഞാൻ നയനക്കെടുത്ത് വെച്ച ആ പാലിൻ്റെ അരികിനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. എനിക്ക് കലക്കി തന്നതുപോലെ എന്തൊക്കെയോ ഇവർ കലക്കി കൊടുക്കാനുള്ള പ്ലാനാണ്. എന്തെങ്കിലും അതിൽ കലക്കിയിട്ടുണ്ടാകും. അതിനൊരു പണി അവർക്ക് തന്നെ കൊടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ പാലിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു പണി വരാനിരിക്കുന്നു എന്നുള്ളൊരു സൂചന ഉണ്ട്. കാരണം നയന ഗർഭിണിയാവുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അവർക്ക്. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാൻ ഇതില്ലാത്തവരാണ്, കൂസലില്ലാത്തവരാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവരുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദ്യം കേട്ടിട്ട് ജലജയും അഭിയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവർ ചെയ്തതെങ്ങാനും ദേവയാനി കണ്ടിട്ടുണ്ടാവുമോ എന്നുള്ള ഭയത്തിലാണ്. അങ്ങനെ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അതും നമ്മുടെ നയനയ്ക്ക് എടുത്ത് വെച്ച പാലിൻ്റെ അരികിലാണല്ലോ. ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഇത് ആർക്കെടുത്ത് വെച്ചതാണ് എന്ന് ചോദിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാമായിരുന്നു എന്ന് ഞങ്ങൾ പറയുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഓ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ, എന്നാൽ പിന്നെ നിങ്ങൾ കുടിച്ചോ, ജലജ നീ എടുത്ത് കുടിച്ചോ, ഡയറക്റ്റ് വേണമെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ ഒഴിഞ്ഞു മറയേ വേണ്ട ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ദേവയാനി വെറുതെ വിട്ടില്ല. ജലജയെ കൊണ്ട് തന്നെ ബലമായി അത് കുടിപ്പിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ജലജ നീ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, നീ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പാല് കുടിക്കണം കേട്ടോ, എന്തായാലും നീ ഇത് കുടിച്ചല്ലോ, ഇനി പോയി കിടന്നോ, ഞാൻ എനിക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തോളാം, നീ നിൻ്റെ ആരോഗ്യം നോക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കളിയാക്കിക്കൊണ്ടാണ് ദേവയാനി പറയുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ജലജാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മുടെ നയനയുടെ കുഞ്ഞിനെ അലസിപ്പിക്കാനുള്ള പൊടി അതിൽ കലക്കിയിട്ടുണ്ടല്ലോ, ഇനി തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അന്ന് ഇതുപോലുള്ളൊരു പാല് കുടിച്ചിട്ടാണല്ലോ ദേവയാനിക്ക് കരൾ നഷ്ടപ്പെട്ടത്, അതും കുഞ്ഞിനെ അബോഷനാക്കാനുള്ള മരുന്ന് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കരൾ പോവോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ മുറിയിലോട്ട് പോയ ശേഷം അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ ആ പാല് ഞാൻ കുടിച്ചു, ഇനി എൻ്റെ കരൾ പോവോ, എൻ്റെ ലിവർ അടിച്ചു പോവോ എന്നുള്ള രീതിയിലൊക്കെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബി പറയുന്നുണ്ട്, അമ്മ പേടിക്കൊന്നും വേണ്ട, അന്ന് അവൾ കൊണ്ടുവന്ന് കലക്കി തന്ന ഒരു ഇതൊന്നും ഇല്ല, ഇത് വെറും അബോഷനുള്ളതാണ്. അമ്മയ്ക്ക് ഒരു ചെറിയ വയറുവേദന ഉണ്ടാകും, അത്രേ ഉണ്ടാവുള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മേ, പേടിക്കൊന്നും വേണ്ട, അത്രയ്ക്ക് വീര്യം കൂടിയ സാധനമൊന്നുമല്ല. പക്ഷേ ഇത് ആദ്യ മാസത്തിൽ തന്നെ വയറ്റിലെത്തിയാൽ കുഞ്ഞ് ഇല്ലാതാവും എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവൾ കൊണ്ടുവന്ന മരുന്ന് അങ്ങനെയായിരുന്നില്ലല്ലോ, ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മരുന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ പറഞ്ഞപ്പോൾ ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ജലജയ്ക്ക് കടുത്ത വയറുവേദന വരുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും ഒക്കെ. അങ്ങനെ അവർ കുറേ നേരം ടോയ്ലറ്റിലൊക്കെ പോയി കളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എടാ നീ പറഞ്ഞതുപോലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് ശക്തിയായി വയറുവേദന കൂടി വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ പേടിക്കൊന്നും വേണ്ട, അതിനുള്ള മരുന്ന് ഞാൻ കൊണ്ടുതരാം, വയറുവേദന തൽക്കാലം നിന്നോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അബി.